അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവത്ഗീത ചാപ്റ്റർ 4 ശ്ലോകം 4, ശ്ലോകം 5, ശ്ലോകം 6 പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ 3 ശ്ലോകങ്ങളും ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ശ്ലോകങ്ങൾ വായിക്കുന്നില്ല, നേരിട്ട് കാര്യങ്ങൾ പറയാം. അതായത് ശ്ലോകം 4 എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനന്റെ ചോദ്യമാണ് കൃഷ്ണനോട്. കൃഷ്ണ, ഇന്നലെ പറഞ്ഞ 3 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ ഭൂമിനെ ഭരിക്കുന്നത് ഇക്ഷവാഹവും, ഇതുപോലെ ഒരു കൂട്ടം ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ നേതാവാണ് വിവസ്വൻ. വിവസ്വതൻ ഉള്ളത് സൂര്യൻ എന്ന ഗ്രഹത്തിലാണ്. സൂര്യൻ എന്നത് നക്ഷത്രമാണ് എന്നാണ് നമ്മളുടെ വിശ്വാസം. ഭഗവത്ഗീതയിൽ പറയുന്നത് അതൊരു ഗ്രഹമാണെന്നും ആ ഗ്രഹത്തിൽ വിവസ്വതൻ ഉള്ള ഒരു രാജാവുണ്ടെന്നും ആ രാജാവിനാണ് ആദ്യം ജ്ഞാനം കൊടുത്തത്. പിന്നെ ആ രാജാവ് മനുവിന് കൊടുത്തു, മനു ഇക്ഷവാഹുവിന് കൊടുത്തു. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോ അർജുനൻ ചോദിക്കുകയാണ്, വിവസ്വതൻ മുന്നേ ജനിച്ച ആളല്ലേ? മനു ആണ് ആദ്യത്തെ മനുഷ്യൻ. ആ മനുഷ്യനും മുന്നേ ജനിച്ച ഒരു ജീവാത്മാവാണ് വിവസ്വതൻ. അപ്പൊ ആ വിവസ്വതന് അങ്ങ് അങ്ങനെ പറഞ്ഞു കൊടുക്കും? അങ്ങ് ഇപ്പോഴല്ലേ ജനിച്ചത്? കൃഷ്ണന്റെ മറുപടിയാണ്. അതായത് ഈ വലിയ, ഞാൻ മുന്നേ പറഞ്ഞ ആ വലിയ പരമാത്മാവിന്റെ ആ വലിയ ബുദ്ധിയുമായി നമ്മുടെ ബുദ്ധി ലയിക്കുമ്പോ അതിന്റെ ഓർമ്മകളും അതിന്റെ ചിന്താരീതികളും നമ്മളുടെ ഓർമ്മയും നമ്മുടെ ചിന്താരീതികളുമായി മാറുന്നു. അതിന്റെ ഓർമ്മ എന്താ? പ്രപഞ്ചം തുടങ്ങിയപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ, അപ്പോ നടന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ഓർമ്മയിലുണ്ട്. അത് നിയമങ്ങൾ രചിച്ചത് കൊണ്ട്, ഈ പ്രപഞ്ച നിയമങ്ങളെല്ലാം രചിച്ചത് ആ വലിയ ബുദ്ധി ആയതുകൊണ്ട് അതിന് അറിയും എങ്ങനെയൊക്കെ ഇനി ഭാവിയിൽ നടക്കണമെന്ന്. അങ്ങനെ, കാരണം അതിന് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് അതിനൊരു നിശ്ചയം ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനാണ് ഈ മൊത്തം പ്രപഞ്ചം ഉണ്ടാക്കിയതും അതിൽ നമ്മൾ മനുഷ്യരായി ജനിച്ചതും. അപ്പൊ അതിനറിയാം നമ്മൾ ഇനി എന്തൊക്കെ പഠിക്കാൻ പോകുന്നു, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ പൂർവികർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രപഞ്ചം തുടങ്ങിയപ്പോ തൊട്ടുള്ള എല്ലാ മനുഷ്യന്മാരും, എല്ലാ മൃഗങ്ങളും, എല്ലാ പഞ്ചഭൂതങ്ങളും, എല്ലാ ആത്മാക്കളും എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, എന്തെല്ലാം പഠിക്കാൻ പോണു എന്ന എല്ലാ ജ്ഞാനവും ആ വലിയ ബുദ്ധിക്കുള്ളത് കൊണ്ട് നമ്മൾ ആ ബുദ്ധിയായി മാറുമ്പോൾ നമ്മൾക്ക് ആ ജ്ഞാനം ലഭിക്കുന്നു. അങ്ങനെ ദ്വാരക ഭരിച്ച കൃഷ്ണൻ എന്ന രാജാവ്, അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ജ്ഞാനം ലഭിക്കുകയും ആ ജ്ഞാനം വഴി അദ്ദേഹത്തിന്റെ ബുദ്ധി ഈ വലിയ കോൺഷ്യസ്നസ്, വലിയ ബുദ്ധിയുമായി ഇടചേരുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ, ജനിച്ചപ്പോൾ തന്നെ. കാരണം വായി തുറന്നപ്പോ ഉള്ളിൽ പ്രപഞ്ചം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. കൃഷ്ണ മണ്ണ് വാരി കഴിച്ചിട്ട് വായി തുറന്നപ്പോ ഉള്ളിൽ പ്രപഞ്ചം കണ്ടു എന്നാണ് പറയുന്നത്. ആ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ വലിയ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ കണ്ടു, അറിഞ്ഞു എന്നാണ് സാരം. അപ്പോ അങ്ങനെ വളരെ ജനിച്ചപ്പോ തന്നെ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയ ഭഗവാൻ കൃഷ്ണന് ഇതിനു മുന്നേ ഉള്ള എല്ലാ ജന്മങ്ങളും, കൃഷ്ണന്റെ മുന്നേ ഉള്ള എല്ലാ ജന്മങ്ങളും, അദ്ദേഹത്തിന്റെ ആത്മാവ് ഏതെല്ലാം ശരീരത്തിലൂടെ പോയിട്ടുണ്ട്, ആ ശരീരത്തിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന എല്ലാ ജ്ഞാനവും അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി. ഭഗവാൻ കൃഷ്ണന്റെ മുൻ ജന്മത്തിൽ വിവസ്വതന് ഇത് ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അർജുനൻ എന്തുകൊണ്ടാണ് അർജുനന്റെ പഴയ ജന്മങ്ങളൊന്നും ഓർമ്മയില്ലാത്തതെന്ന് വെച്ചാൽ, അർജുനൻ ആ വലിയ ബുദ്ധിയുമായി, അല്ലെങ്കിൽ പരമാത്മാവിന്റെ ബുദ്ധിയുമായി അർജുനന്റെ ബുദ്ധി ലയിക്കാത്തത് കൊണ്ടാണ് അർജുനന്
അർജുനന്റെ പഴയ ജന്മത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്. അപ്പൊ ഇതൊന്നും നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുക? നമ്മളുടെ ബുദ്ധിയും ആ വലിയ ബുദ്ധിയും ലയിച്ച, പരമാത്മാവിന്റെ ബുദ്ധിയും ലയിച്ച നമ്മളുടെ പഴയ ജന്മങ്ങൾ എല്ലാം നമ്മൾക്ക് ഓർമ്മ വരും. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന പ്രപഞ്ച സത്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാവിയും അറിയാൻ പറ്റും. അങ്ങനെ മൂന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷം ലഭിക്കും. കാരണം നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഇതെല്ലാമാണ് ഇത് പഠിക്കുന്നതെന്ന് മനസ്സിലായ, പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. കാരണം ആ ബുദ്ധിയുമായി ലയിച്ചു. അപ്പൊ അതിനറിയാം അരുൺനാഥ് ഇനി എന്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അരുൺനാഥിന്റെ ബുദ്ധി പരമാത്മാവിന്റെ ബുദ്ധിയുമായി ലയിച്ച അരുൺനാഥിന് മനസ്സിലാവും അരുൺനാഥ് ഇനി എന്തെല്ലാം പഠിക്കാൻ പോകുന്നുവെന്നും എന്തെല്ലാം പഠിച്ചുവെന്നും പഴയ ജന്മങ്ങളിൽ നിന്നും. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞാൽ അരുൺനാഥിന് ഭാവി അറിയാൻ പറ്റും. അങ്ങനെ ഭാവി അറിയാൻ പറ്റിയ ഒരിക്കലും ഭയം ഉണ്ടാവില്ല, ദോഷങ്ങൾ ഉണ്ടാവില്ല. വളരെ സന്തോഷത്തോടു കൂടി അരുൺനാഥിന്റെ ജീവിതം നയിച്ചു പോകും. അപ്പൊ ശ്ലോകം 6 എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോ ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാനായി എന്തുകൊണ്ടാണ് ഭഗവാൻ ജന്മം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഭഗവാൻ എല്ലാ വസ്തുക്കളുടെ ഉള്ളിലുമുണ്ട്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും പഞ്ചഭൂതങ്ങളുടെയും നമ്മളെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും നമ്മളുടെ ഉള്ളിലും ശൂന്യതയിൽ വരെ ഭഗവാൻ ഉണ്ട് എന്നാ പറയുന്നത്. ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ ഭഗവാൻ ഉണ്ട്, നവഗ്രഹം. വായുവിലുണ്ട് ഭഗവാൻ, വായു ഭഗവാന്റെ ഒരു അംശമാണ് ഹനുമാൻ. ഹനുമാനിൽ ഭഗവാൻ ഉണ്ട്. അപ്പോ അങ്ങനെ എല്ലാവരുടെയും പരന്നു നടക്കുന്ന ഭഗവാൻ ചില സാഹചര്യങ്ങളിൽ, അതായത് ഭഗവാൻ ഇങ്ങനെ എല്ലാം കാര്യങ്ങൾ നടക്കണമെന്ന ഒരു നിശ്ചയമുള്ള ആളായതുകൊണ്ട് നിയമങ്ങളും അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ദോഷങ്ങൾ കാരണമോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്വയമായി വന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വയമായി വന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ വരുത്താനായി അദ്ദേഹം അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതും പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതുമായ ജീവരൂപങ്ങളിൽ ഭഗവാൻ അവതരിച്ച് ഭഗവാൻ സാഹചര്യങ്ങളെ ശരിയാക്കുന്നു. അപ്പോ കർമ്മത്തിൽ തന്നെ ഏറ്റവും രജോഗുണമാണ് കർമ്മം ചെയ്യാൻ വേണ്ട കാര്യം. രജോഗുണത്തിൽ തന്നെ സമ്പൂർണ്ണ രജോഗുണത്തോടു കൂടി ജനിക്കുന്ന ഒരു മനുഷ്യന് ജന്മന ആ വലിയ ബുദ്ധി ഉണ്ടാവും. അങ്ങനെ ആ വലിയ ബുദ്ധി ജന്മന സിദ്ധിക്കുന്ന ആൾ, അദ്ദേഹത്തിന് വേറെ ബുദ്ധി ഇല്ല. അദ്ദേഹം ആ വലിയ ബുദ്ധിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ ബുദ്ധിയായി ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം അറിയും. അദ്ദേഹം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനായി ചില കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു പോകും. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾക്ക് ആ ഭഗവാന്റെ ആ വലിയ ബുദ്ധിയെ ഉള്ളിൽ ഉൾക്കൊണ്ട് ഭഗവാന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സമയത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു 90% ബുദ്ധി ലഭിച്ചാൽ അതന്നെ ഈ പ്രപഞ്ചത്തെയും മനുഷ്യരാശിയും ഒരുപാട് മുന്നിലോട്ട് എത്തിക്കും. അപ്പൊ അതിനായി നമുക്ക് പ്രയത്നിക്കാം.